ലൈം വേണം. സുഗന്ധി എൻ്റെ ഫിലിം കരിയറിൽ എന്നെ ശരിക്കും അടയാളപ്പെടുത്തിയ ഒരു കഥാപാത്രമാണ് സുഗന്ധി. അരികിൽ സീത എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മനസ്സിൽ തട്ടി ചെയ്ത കഥാപാത്രമാണ്. കാരണം ഒരു മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന, അതും എന്താ പറയുക, ദളിത് ഫാമിലിയിലുള്ളൊരു സ്ത്രീ. അവരവരുടെ ജീവിതം ഒരുപാട് ധൈര്യവും ഒക്കെയുള്ളൊരു സ്ത്രീയാണെങ്കിൽ പോലും ആ ഇടുങ്ങിയ സ്ഥലത്ത് ഒതുങ്ങിക്കൂടിക്കൊണ്ട് സ്വന്തം ഫാമിലിയെ തന്നെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവർക്കെല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് അതേസമയം നിശബ്ദമായിട്ട് എന്നാൽ നിർജീവമല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് സീത അതിലുള്ളത്. ആ കഥാപാത്രം ചെയ്യുമ്പോൾ ശരിക്കും പല ഘട്ടങ്ങളിലും ഞാൻ എൻ്റെ അമ്മയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ കുടുംബത്തിലെയും സ്ത്രീകൾ എങ്ങനെയാണ് അവരുടെ കുടുംബം ഇത്തിരി സാമ്പത്തികമായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഞെരുക്കുകയാണെങ്കിലും ഭയങ്കര ആർഭാടമായിട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ചില സീനുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഇമോഷൻ എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷം. അതിനകത്തേക്ക് എങ്ങനെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റി എന്നുള്ളത് ആ കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക സൗകര്യമായിരുന്നു. നല്ലൊരു ഭയങ്കര പെട്ടെന്ന് തന്നെ അതിങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാവരും പറയുന്നുണ്ട് അവസാനത്തെ അടിയാണ് അതിലെ ഹൈലൈറ്റ് എന്നുള്ളത്. അത് ശരിക്കും അങ്ങനെ ഒരു ശക്തമായ കഥാപാത്രം ചെയ്യാൻ സ്ക്രീനിൽ എനിക്ക് അവസരം തന്ന ആ സംവിധായകനോടും സനോജ് ചേട്ടനോടും അതുപോലെ തന്നെ എൻ്റെ പേര് സജസ്റ്റ് ചെയ്ത അബൂക്കിയോടും ഇർഷാദിക്കയോടും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണുള്ളത്. കാരണം നമ്മൾ കുറേ സിനിമ ചെയ്തു എന്നുള്ളതല്ലല്ലോ, ഒരു സിനിമയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു കഥാപാത്രമാണ് ചെയ്തെങ്കിൽ പോലും കുറേ ആൾക്കാരുടെ മനസ്സിൽ ആ കഥാപാത്രം ചിലപ്പോൾ സ്ക്രീനിൽ വന്നു പോയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സീനിൽ വന്നു പോയപ്പോഴും ആ കഥാപാത്രമാണ് സിനിമ കഴിഞ്ഞിറങ്ങിയവരുടെ മനസ്സിലൊന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമാ ജീവിതത്തിൽ 20ഓളം സിനിമകൾ ഇപ്പോൾ ആവുന്നു. പല സിനിമകളും ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് സിജിയുടെ അഭിനയം വളരെ മനോഹരമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തോ എവിടെയോ ഇപ്പോൾ അവസാനം ചെയ്ത സിനിമ പോലെ തന്നെ നമ്മൾ അരികിലാകിപ്പോയെന്ന അവസ്ഥയുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഉത്തരം എനിക്കറിയില്ല. ഇപ്പം ഞാൻ ചെയ്ത സിനിമകൾ ഇളയരാജ തൊട്ട് അതുപോലെ തന്നെ ദേവസ്പർശം, അത് കഴിഞ്ഞിട്ട് ചെയ്ത സിനിമകൾ ആകാശത്തിന് താഴെ. ശരിക്കും ആകാശത്തിന് താഴെ ചെയ്യുന്ന സമയത്ത് അത്രയധികം എനിക്ക് സങ്കടവും വിഷമവും ഒക്കെ അത് ആഫ്റ്റർ ആ സിനിമ കഴിഞ്ഞിട്ടും എന്നെ ഹോണ്ട് ചെയ്തൊരു കഥാപാത്രമാണ് അതിലെ ശാന്ത എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് അത് പറയുമ്പോൾ സങ്കടം വരും. ആകാശത്തിന് താഴെ ഓരോർമ്മ മലഞ്ചെരുവിൽ പൂവിട്ടൊരിത്തിരി തയ്യേ പൂവിട്ടൊരിത്തിരി തയ്യേ. അതിൽ ആ ഒരു ശാന്ത അനുഭവിക്കുന്ന വിഷമം ഇന്നും നമ്മൾ പത്രങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരന്തരം നമ്മൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മളതിനെ പൊളിറ്റിക്കലായിട്ട് കാണുമ്പോഴും അല്ലാത്തപ്പോഴും അങ്ങനെ ഒരു വിഷയം എല്ലാ അമ്മമാരുടെ ഉള്ളിലും ഉണ്ട്. എല്ലാ കുഞ്ഞു മക്കളെ, അവരുടെ പെൺകുട്ടികളെ വളർത്തുന്ന അമ്മമാരുടെ ഉള്ളിലുള്ളൊരു വിഷയമാണ്. സാമ്പത്തികം വളരെയധികം ഇല്ലാത്ത ദളിതായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ അവരെങ്ങനെയാണ് സമൂഹം കാണുന്നത് എന്നുള്ളത് വളരെ വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. ശരിക്കും ന്യായം അവരുടെ ഭാഗത്താണെങ്കിൽ കൂടി ആ ശാന്ത എന്ന് പറയുന്ന കഥാപാത്രം എന്നെ അത്രയധികം സ്വാധീനിച്ചിട്ടുള്ളൊരു കഥാപാത്രമാണ്. അത് കണ്ട ആൾക്കാരെല്ലാവരും, എല്ലാ പ്രേക്ഷകരും അത്രയധികം പുകഴ്ത്തിയൊരു കഥാപാത്രം. പക്ഷെ എവിടെയും എന്താ പറയുക, ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ അംഗീകരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോഴും സിജി പ്രദീപ് എന്ന് പറയുന്ന ഒരു അഭിനേത്രിയെ എത്ര പേര് അറിയുന്നു, അല്ലെങ്കിൽ സിനിമാ ലോകം അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും എനിക്ക് ശരിക്കും ഉത്തരവില്ല. പക്ഷെ സിജി പ്രദീപ് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഇവിടെയുണ്ട്. കാരണം ഭാരതപ്പുഴ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അവർ അടയാളപ്പെട്ട് കഴിഞ്ഞു. (2020) ഒരു സ്പെഷ്യൽ ജൂറി മെൻഷനിലൂടെ ആണെങ്കിൽ പോലും
അങ്ങനെ ഒരു അംഗീകാരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വലിയ സന്തോഷം. ഭാരതപ്പുഴയ്ക്ക് ശേഷവും ശരിക്കും ഭാരതപ്പുഴ ചെയ്യുന്ന സമയത്തും എല്ലാം ചെയ്ത് അത് അതിൻ്റെ ഇതൊക്കെ കഴിയുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ സിജിയെ തേടി ഒരുപാട് കഥാപാത്രങ്ങൾ വരും, അപ്പോൾ നമ്മളെയൊന്നും മറക്കരുതെന്ന് പറഞ്ഞ ക്രൂ മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും പക്ഷേ എന്താ പറയുക, നമ്മളിപ്പോഴും ഒരു സൈഡിൽ തന്നെയാണ് എന്ന് എനിക്ക് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്. പക്ഷെ അത് ബാധിക്കുന്നില്ല. ഇപ്പോൾ വർഷത്തിലിപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ 20ഓളം സിനിമകൾ ചെയ്തു. ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 16 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പം ഒരു ആക്ട്രസ് എന്ന നിലയിൽ 20ഓളം സിനിമകൾ ചെയ്യുക എന്ന് പറയുന്നത്, അതും പലതിലും പ്രോട്ടഗോണിസ്റ്റായിട്ട് തന്നെ വരിക എന്നുള്ളത് അതിലും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവുമല്ലോ. സിജി പ്രദീപ് എന്ന് പറയുന്ന ആക്ട്രസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് സിജി കുറേ പാരലൽ സിനിമസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു കാര്യം ചെയ്യും, കുറച്ചൊരു ബ്രേക്ക് എടുക്കുക, അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം, അങ്ങനെ പറയുന്നവരുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു മൂവിയുടെ ഭാഗമായതുകൊണ്ട് ഇങ്ങനെ കൊമേഴ്ഷ്യൽ മൂവികളിൽ ചെറിയ വേഷത്തിന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ അങ്ങനത്തെ സിനിമയിൽ ചെയ്തത് കൊണ്ട് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ ഓരോന്നും, ഇപ്പോൾ ഇളയരാജയിലെ കഥാപാത്രമാണെങ്കിലും അതുപോലെ തന്നെ ദേവസ്പർശത്തിലെ പാരലൈസ്ഡ് ആയിട്ടുള്ളൊരു അമ്മയാണ്. അതും 10-70 വയസ്സ് വരെയുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു ജേണി അതിനകത്തുണ്ടായിരുന്നു. ആ ഒരു സിനിമ VR ഗോപിനാഥ് സാറിൻ്റെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് ഇപ്പോൾ ആകാശത്തിന് താഴെ എന്ന് പറയുന്ന മൂവിയിലെ ശാന്ത എന്ന് പറയുന്ന കഥാപാത്രം, അതുപോലെ തന്നെ കുത്തൂടിലെ കഥാപാത്രം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാരതപ്പുഴയിലെ സുഗന്ധി. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഓരോ ആക്ട്രസും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും, അത്രയധികം ഒരു ശക്തമായൊരു കഥാപാത്രത്തെ. അത് കഴിഞ്ഞിപ്പോൾ അരികെന്ന് പറയുന്ന മൂവിയിൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന സിനിമകളുണ്ട്, ഒരു 3 മൂവി ഉണ്ട് റിലീസാവാൻ. അതിലും ഞാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ശക്തമായുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ശക്തമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളായിരുന്നു എനിക്ക് ആ മൂവിയിൽ കിട്ടിയെന്നുള്ളതാണ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ മൂവിയുടെ ഭാഗമായിട്ട് കൊമേഴ്ഷ്യൽ മൂവി ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല, ഞാൻ ഒരു 5-6 കൊമേഴ്ഷ്യൽ മൂവിയും ചെയ്തിട്ടുണ്ട്. ആ മൂവീസിലൊക്കെ ഒരുപക്ഷെ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടാവുള്ളൂ, 1-2 സീനുകൾ, ചിലപ്പോൾ ഒരു 4 സീൻ വരെയുള്ള മൂവികളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഞാനപ്പോൾ വിചാരിക്കുന്നത് ഒരു അരികിലാവാതെ കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പാരലൽ മൂവിയുടെ ഭാഗമായതുകൊണ്ടാണ്. അത് മാത്രമല്ല, അവിടെ കിട്ടുന്ന ഒരു എന്താ പറയുക, നമ്മളെ ട്രീറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്, അത് ഭയങ്കര സന്തോഷമുള്ളതാണ്. ഒരിക്കലും അവിടെ ഒരു എന്താ പറയുക ക്ലാസിഫിക്കേഷൻ ഇല്ല, ഇന്ന ആളാണ് മെയിൻ, ഇന്ന അതിൻ്റെ താഴെയാണ്, അപ്പോൾ അവരങ്ങനെ ട്രീറ്റ് ചെയ്താൽ മതി, അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ലാതെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൂവിയും എനിക്ക് പാരലൽ മൂവീസ് തന്നെയാണ്. തമാശയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ നീ ഓഡീഷനൊക്കെ അയക്കുന്നില്ലേ, നിൻ്റെ അടുത്തേക്കൊന്നും സിനിമ വരില്ല, വേണമെങ്കിൽ അങ്ങോട്ട് പോകണം, നമുക്കാണല്ലോ സിനിമ ആവശ്യം, അപ്പോൾ നമ്മളാണ് ചെല്ലേണ്ടതെന്ന് പറയും. ശരിയാണ്, എനിക്കാണ് സിനിമ ആവശ്യം, പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓഡീഷനൊക്കെ കാണുന്ന സമയത്ത് അയക്കാറുണ്ട്. അത് 1-2 ഇടത്തു നിന്നൊക്കെ ഓക്കെ നിങ്ങളെ കിട്ടിയിട്ടുണ്ട്, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള മറുപടി വരാറുണ്ട്. പക്ഷേ അതല്ലാത്തടുത്ത് അവർ കണ്ടിട്ട് തന്നെ ഉണ്ടോയെന്ന്, ചിലപ്പം ആ ഒരു കണ്ട മാർക്ക് പോലും മീൻസ് ഇപ്പോൾ വാട്സപ്പിലാണ് അയക്കുന്നതെങ്കിൽ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ, ടെക്നോളജി അങ്ങനെയാണല്ലോ. പക്ഷെ അപ്പോൾ തന്നെ നമുക്ക് തോന്നും വെറുതെ അഴുതിങ്ങനെ അയച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്നുള്ളതാണ്. അപ്പോൾ ഇത് അയക്കുന്ന സമയത്ത് ചില കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു മൂവിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു 500 ഒക്കെ ആകുമ്പോഴത്തേക്കും 500 എണ്ണമൊക്കെ നോക്കുമ്പോഴേക്കും ചിലപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിന് താഴെയായിരിക്കും ചിലപ്പോൾ ഞാൻ അയച്ചിട്ടുണ്ടാവുക, അപ്പോൾ അവരത് കണ്ടിട്ട് കൂടി ഉണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഈ മെയിൻ ഞാൻ പറഞ്ഞ പോലെയാണ്, അതായത് നമ്മൾ ഓഡീഷൻ അയച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പരിചയമുള്ളവരടുത്ത് ഞാൻ അയക്കട്ടെ, എങ്ങനെയാണ് ക്യാരക്ടർ തന്നെ പറ്റുമെന്ന് നോക്കുമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഒരുപാട് പാരലൽ മൂവി ചെയ്തിട്ടുണ്ട് സിജി. അപ്പോൾ അത് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പാരലൽ മൂവി ചെയ്തവർക്ക് ഒരു ഡിസ്ക്രിമിനേഷൻ മലയാള സിനിമയിൽ? ശരിക്കും നമ്മൾ മലയാള സിനിമയെ വേൾഡിലോ അല്ലെങ്കിൽ ഒക്കെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇന്ത്യൻ സിനിമയുടെ ഇതിൽ അടയാളപ്പെടുത്താൻ വേണ്ടി നമുക്ക് കലാമൂല്യമുള്ള സിനിമകൾ വേണം. ആ കലാമൂല്യമുള്ള സിനിമകളിൽ അഭിനയിച്ച ഒരു അഭിനേത്രിക്ക് കൊമേഴ്ഷ്യൽ മൂവിയിൽ ഭയങ്കരമായിട്ട് വാല്യൂ ഇല്ല എന്ന് പറയുന്നതിനോട് എനിക്കത് മനസ്സിലാവുന്നില്ല. ഈവൻ ഈ വാല്യൂ ഇല്ലായ്മ അവർക്ക് നിശ്ചയിക്കുന്ന റെമ്യൂണറേഷനിലും വരും.
നമ്മളൊരു പേയ്മെൻറ്റ് ഇതിന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബഡ്ജറ്റ് മൂവി ആയിരിക്കും, പക്ഷേ നമ്മുടെ പേയ്മെൻറ്റ് ഇന്നതാണെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നിങ്ങളാണ് നിങ്ങളുടെ വാല്യൂ കാണിക്കേണ്ടത്, നിങ്ങൾ ആവശ്യപ്പെടണം എന്ന് പറയും. പക്ഷെ നമ്മളത് ആവശ്യപ്പെട്ടാൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ ഒന്നുകിൽ ആ മൂവിയിൽ നിന്നും പോവും, പിന്നെ അടുത്ത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള മൂവിയിൽ നിന്നും പോവും. കാരണം ഓൾറെഡി ഇത് അവിടെ എത്തുമല്ലോ, ആൾ വിളിക്കേണ്ട, അവൾ ഭയങ്കര കാശൊക്കെ ചോദിക്കുന്ന ആളാണെന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂല്യം എന്താണ്, നമ്മൾ ചെയ്യുന്നൊരു ജോലിക്കാണ് ചോദിക്കുന്നത്. അതും വളരെയധികം അല്ല, ഒരു നിശ്ചിത എമൗണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ജീവിക്കണമല്ലോ. ഇപ്പോൾ നമ്മൾ ഒരിടത്ത് പോയിട്ട് നമ്മൾ ആക്ട്രസ്സാന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും തരില്ല. സോ അതിന് നമുക്ക് കാശ് തന്നെ വേണം. അപ്പോൾ ആ കാശാണ് നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ കാശാണ് ചോദിക്കുന്നത്. പക്ഷെ അതിന് പോലും ഒരു നിശ്ചിത ഇത് പറയുമ്പോഴത്തേക്കും അവർക്കത് ബുദ്ധിമുട്ടായിട്ട് പറയും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഈ പേയ്മെൻറ്റിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് ആരാണ് ഈ ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത്? അത് ഒരു മെയിൻ ആർട്ടിസ്റ്റ് ആണെങ്കിലും ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും ചെയ്യുന്ന ജോലിയാണ്. എന്നാൽ പോലും ഒരു നിശ്ചിത ഇത് വേണം, ക്യാരക്ടർ റോൾ ചെയ്യുന്നവർക്ക് ഇത്രയായിരിക്കണം എമൗണ്ട്. അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അധികം ചോദിക്കേണ്ടി വരില്ലല്ലോ, ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വരും. അങ്ങനെയൊന്നും ഇല്ലാത്തിടത്തോളം കാലം നമ്മളോട് പേയ്മെൻറ്റ് നിങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയും ചെയ്യും. സോ പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി ഇങ്ങനെ ചോദിച്ചതിൻ്റെ പേരിൽ ഔട്ടായ സിനിമകളും ഉണ്ട്. പിന്നീട് വിളിക്കാണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ അത് നീ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അപ്പം ഞാൻ പറഞ്ഞാൽ നിനക്കത് പറയാമായിരുന്നല്ലോ എന്ന് ചോദിച്ചാലും പിന്നെ അത് കഴിഞ്ഞില്ലേ. സോ പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവിയിൽ ഇതെല്ലാം മൊത്തത്തിലൊരു ചങ്ങല പോലെയാണല്ലോ. നമുക്ക് ഇവിടെ നമ്മളെപ്പോഴും എങ്ങനെ ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ ആളങ്ങനെ പെരുമാറി എന്നുള്ളത് മാത്രമാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ ആരും ചോദിക്കില്ല നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളത് ആരും ചോദിക്കില്ല. ശരിക്കും നമുക്കൊരു മോശം ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടാണ് നമ്മൾ അതിനെ പ്രതികരിക്കുന്നത്. ആ പ്രതികരണം മാത്രമാണ് എല്ലാവരും ഭയങ്കര ടൈം ലൈറ്റോടുകൂടി കാണിക്കുന്നത്. നമ്മളോട് എങ്ങനെ പെരുമാറി എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ചിലപ്പോഴും ആർട്ടിസ്റ്റ് അങ്ങനെ, ഈ ആർട്ടിസ്റ്റ് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, മിക്കവാറും അവരോട് പെരുമാറിയിരിക്കുന്നത് വളരെ മോശമായിട്ടായിരിക്കും. സോ അവരത് കറക്റ്റായിട്ട് എന്താ പറയുക, അതിനൊരു മറുപടി കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് തിരിച്ചു കിട്ടിയ അനുഭവം ഇതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഈ സിനിമയിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം, വല്ലപ്പോഴും ആണെങ്കിൽ പോലും കുറച്ച് എന്താ പറയുക, വിഷമങ്ങളുള്ളപ്പോഴും നമുക്ക് തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നെയും സിനിമ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഉള്ളിലെ പാഷൻ കൊണ്ടാണ്. അഭിനയം എന്ന് പറയുന്നത് നാടകം തുടങ്ങുന്ന സമയം തൊട്ട് ഇന്ന് വരെയും സ്ക്രീനിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അതിങ്ങനെ തുടർന്നു കൊണ്ടുപോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. മുമ്പ് അച്ഛനെയും അമ്മയൊക്കെ കൺവിൻസ് ചെയ്ത് നാടകത്തിലേക്ക് വരുന്ന അത്ര പാടുപോലും ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ പാർട്ട്ണറെ കൺവിൻസ് ചെയ്യാൻ. ആൾ എഡിറ്ററാണ്, ആളും ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ നിന്നും കൂടിയാണ്. അതുകൊണ്ടായിരിക്കണം ആൾ നല്ല സപ്പോർട്ടാണ്. എനിക്കൊരു മകളുണ്ട്, അവൾക്കും അമ്മ ചില സമയത്തൊക്കെ ആളുടെ എക്സാമിൻ്റെയൊക്കെ ടൈമിലായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ഉള്ളതെങ്കിൽ പോലും രണ്ടുപേരും അഡ്ജസ്റ്റബിളാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാക്കി ഒന്നിനെക്കുറിച്ചും ആലോചിക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു ജോലിയും അങ്ങനെ നീ ചെയ്യാൻ പോകുന്നില്ല, ഉള്ള ജോലി കളഞ്ഞു ദൂരദർശനിൽ, സോ അപ്പോൾ ഇതിനകത്ത് നിന്ന് വരുമാനമൊക്കെ കിട്ടുമെന്ന് ശരിക്കും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് നമ്മൾ ഇത്രയും നിന്നിട്ടും ഒരു സ്വന്തമായിട്ടൊരു ഏർണിങ്സ് കൃത്യമായിട്ടില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ ബാക്കിയുള്ള ആക്ട്രസിനും ഉണ്ടാവുമായിരിക്കും. എന്നാൽ പോലും അതൊരു പ്രശ്നമല്ലാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല എന്താ പറയുക ഒരു ശക്തി എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. അതിപ്പോൾ എൻ്റെ പാരൻറ്റും അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ പാർട്ട്ണറും മോളും ഒക്കെ ഉണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഈ ഒരു ജേണി ഇങ്ങനെ തുടർന്നു കൊണ്ട് പോകുന്നതിൻ്റെ മെയിൻ കാരണം.